ഹായ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. അപ്പം നമ്മൾ മാത്ത് പ്രോഡിജി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച മുതൽ നമ്മൾ ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ആഴ്ച കവർ ചെയ്യാൻ പോണേ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ IOQM വരുന്നതിന് മുന്നേ നമുക്ക് അറൗണ്ട് 12 വീക്സ് ടൈം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ 12 വീക്ക് കൊണ്ട് നമ്മുടെ ആ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇതിലുണ്ടാവും. എല്ലാവർക്കും സെയിം സിലബസ് ആണ്. അപ്പോൾ ഇത് ഫുൾ സിലബസ് കവർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയം നമ്മൾ ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഇത് പഠിക്കാനുള്ള സമയം അറൗണ്ട് ഒരു 3 hours ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനായിട്ട് മാറ്റി വെക്കണം. കാരണം നമുക്കറിയാം ഇത് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരീക്ഷയാണ്. പക്ഷെ അത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം കൂടിയാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടൈം മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയവർക്ക് അറിയാം, നിങ്ങളുടെ ആപ്പിൽ നമ്മളുടെ സൈലം ലേണിംഗ് ആപ്പ് എടുത്ത് നോക്കിയാൽ നമ്മളെ ബാച്ച് തുടങ്ങുകയാണെങ്കിൽ ആ ബാച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പ് കണ്ടന്റ് ആവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ DPPകളാണ്. ഇപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും DPPs റിലീസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ മൊത്തം സിലബസ് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 മൊഡ്യൂൾസ് ആണുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആൾജിബ്ര ആൻഡ് ഫംഗ്ഷൻ തിയറിയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജോമെട്രിയും നമ്പർ തിയറിയും കോമ്പിനറ്റോറിക്സും ആണ്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജോമെട്രിയും അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിയാണ്. നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിലും 5 പാർട്ടുകളായിട്ടാവും എന്തുണ്ടാവുക, നമ്മൾ ഈ 12 ആഴ്ച കൊണ്ട് കണ്ടന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടും ഉണ്ടാവാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആപ്പ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആപ്പിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ DPPs ഉണ്ടാവും. ആ DPPയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തിയറി പോയിന്റ്സ് ഉണ്ടാവും, അതുപോലെ എക്സാമ്പിൾ പ്രോബ്ലംസ് ഉണ്ടാവും, അതേപോലെ തന്നെ എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആപ്പ് തുറക്കുക, ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക. ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ട് അതെന്ത് ചെയ്യുക, പതുക്കെ എന്ത് ചെയ്യുക, വായിക്കുക, പഠിക്കുക, നോട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടാവും, ഇതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ മെറ്റീരിയൽ തന്നെ ഒരു ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റെക്കോർഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ റെക്കോർഡഡ് വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ പ്രൈമറി റെഫറൻസ് പറഞ്ഞാൽ നമ്മുടെ DPPs ആണ്. കാരണം മാത്തമാറ്റിക്സ് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് വീഡിയോനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വർക്കൗട്ട് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ബുക്ക്ലെറ്റ് എടുക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്ക് ആവുന്ന സമയത്താണ് നമ്മൾ വീഡിയോയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ മൊഡ്യൂൾ. അപ്പോൾ മൊഡ്യൂൾ 1 ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ മൊഡ്യൂൾ 1 നമ്മൾ ആൾജിബ്ര ആൻഡ് ഫംഗ്ഷൻ തിയറിയാണ്. സോ ദിസ് ഇസ് ആൾജിബ്ര ആൻഡ് ഫംഗ്ഷൻ തിയറിയാണ്. അപ്പോൾ ഈ ആൾജിബ്ര ആൻഡ് ഫംഗ്ഷൻ തിയറിയിൽ നമ്മൾ ബേസിക് ആൾജിബ്രയാണ് ഈ ആഴ്ച നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബേസിക് ആൾജിബ്ര എന്ന് പറയുമ്പോൾ ആൾജിബ്രയ്ക്ക് ഐഡൻറ്റിറ്റീസ് ഉണ്ടാവും, അതേപോലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ഉണ്ടാവും, എക്സ്പോണൻസിൻ്റെ പ്രോപ്പർട്ടീസ്, സർഡ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് ലോഗരിതംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കുകൾ ചെറിയ ടോപ്പിക്കുകളായിട്ടാവും ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മൊഡ്യൂൾ 2ൻ്റെയും. അപ്പോൾ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന സാധനം നമ്പർ തിയറിയും കോമ്പിനറ്റോറിക്സും ആണ്. നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സ് ആണ് മൊഡ്യൂൾ 2 ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയും ഫസ്റ്റ് പാർട്ട് നമ്പർ തിയറീൻ്റെ ആദ്യത്തെ ബേസിക്സ് ആണ് നമ്മൾ ആദ്യത്തെ വീക്കിൽ കവർ ചെയ്യാൻ പോണത്. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെയും ബുക്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ രണ്ടും ഈ ആഴ്ച നമ്മൾ പഠിച്ച് തീർക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ബുക്ക് എടുക്കുക, ഇൻ ദ സെൻസ് നമ്മളെ ഡിജിറ്റൽ DPP ഉണ്ടാവും. ആ DPP എടുക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ധാരാളം സമയം എടുത്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിൽ ഐഡിയ. ഇനി ആ വീഡിയോസ് എങ്ങനെ കാണണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ വീഡിയോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെറിയ വീഡിയോസ് ആയിട്ടാവും നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു സെറ്റപ്പ്, അതായത് സ്വസ്ഥമായിട്ട് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കാണാനുള്ള ഒരു എൻവിയോൺമെൻറ്റ് നമുക്ക് ആദ്യം ഉണ്ടാവണം. എന്നിട്ട് നമ്മളെപ്പോഴും അതിന് കറക്റ്റായിട്ട് ഒരു സ്കെഡ്യൂൾ ചെയ്യുക. എത്ര മണി മുതൽ എത്ര മണി വരെയാണ് കാണാമെന്നുള്ളത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക. ആ സ്കെഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ചെയ്യുക. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക എന്നുള്ളത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക്ലെറ്റ് വർക്കൗട്ട് ചെയ്യുക,
എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ മാത്രം ആ വീഡിയോയിലേക്ക് പോവുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യണ സമയത്ത് നമ്മളതൊരു ആക്റ്റീവ് മോഡിൽ തന്നെ വാച്ച് ചെയ്യണം. ആക്റ്റീവ് മോഡ് എന്ന് പറയുന്ന സാധനം എന്താ വെച്ചാൽ വെറുതെ വീഡിയോ കാണാം, നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ നമ്മുടെ കയ്യിൽ പെന്നും പേപ്പറൊക്കെ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വേണം, എവിടെയാണ് സ്റ്റക്ക് ആയതൊക്കെ നോക്കണം. പിന്നെയും വീഡിയോ പോസ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ആക്ച്വൽ ക്ലാസ് പോലെ ഒരേ കാര്യം മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ആയിരിക്കില്ല. കാരണം വീഡിയോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പോസ് ചെയ്യാനും എപ്പോൾ നമുക്ക് വേണമെങ്കിലും നിർത്തി കാണാനും അല്ലെങ്കിൽ ഫാസ്റ്റിൽ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് 1.5x 2x കാണാനുള്ള സൗകര്യമൊക്കെ വീഡിയോയിൽ തന്നെ ഉണ്ട്, നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ പോസ് ചെയ്യുക, ഒരു തവണ കൂടി കാണുക, അല്ലെങ്കിൽ ഒരു തവണ കൂടെ ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെ ഒരു ആക്റ്റീവ് ലേണിംഗ് ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കണം, എഴുതി പഠിക്കണം. വീഡിയോ മാത്രം നോക്കിയിരിക്കുക എന്നൊരു സംവിധാനമല്ല ഉള്ളത്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ IOQM ആയിക്കോട്ടെ, RMO ആയിക്കോട്ടെ, പിന്നീടുള്ള പരീക്ഷകളായിക്കോട്ടെ, നമ്മൾ എഴുതണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ലെവൽ പരീക്ഷ ഓൺവേർഡ്സ് ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലുണ്ടാവുക. ആക്റ്റീവ് ലേണിംഗ് ആണ് വേണ്ടത്. വീഡിയോ മാത്രം കണ്ടിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് ഇങ്ങനെ കണ്ട് ഇരിക്കുക എന്നുള്ള മെത്തേഡ് ഇതിൽ വർക്കാവില്ല. ധാരാളം നമ്മൾ ട്രൈ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആഴ്ചയിലെ കണ്ടന്റ് നിങ്ങൾക്ക് റെഡിയാണ്. ആദ്യത്തെ ആഴ്ചയിലെ ക്ലാസ്സുകൾ റെഡിയാണ്. അടിപൊളി DPPs. ആ DPPയിൽ നമ്മൾ എല്ലാ തിയറി പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലാർജ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ IOQM, മുന്നതിന് PRMO എന്നാണ് പേര് വന്നുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്ന ഭാഗത്ത് നേരെ വീഡിയോയിലേക്ക് പോവുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ മാത്രം നോക്കിയിരിക്കുക എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് പ്രിപ്പറേഷന് വർക്കാവില്ല. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് DPPയിലായിട്ടും അതേപോലെ തന്നെ വീഡിയോയിലായിട്ടും ഇൻക്ലൂഡ് ചെയ്തെന്ന് മനസ്സിലാക്കുക. വീഡിയോസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് റീവാച്ച് ചെയ്യുക. ആക്റ്റീവായിട്ട് വാച്ച് ചെയ്യുക ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വാച്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ നോട്ട്സ് ഉണ്ടാക്കുകയും പ്രോബ്ലം ചെയ്യുകയും ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മളിനി എന്ത് ചെയ്യാം, അടുത്ത ആഴ്ചയിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്കുകൾ ഈ 3 മൊഡ്യൂളുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത ടോപ്പിക്സ് ഇങ്ങനെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. 12 ആഴ്ച കഴിയുമ്പോഴേക്കായിരിക്കും നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫുൾ സിലബസ് നമ്മൾ IOQMൻ്റെ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ എക്സാംസ് വരുന്നുണ്ടാവും, മോക്ക് എക്സാംസ് നടത്തുന്നുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉഷാറായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, IOQMന് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ അടുത്ത ആഴ്ച കാണാം. വിഷ് യു ഗുഡ് ലക്ക്.